ത്രിയേക ദൈവത്തിന് സ്തുതി. കൃപ നിറഞ്ഞ മറിയാമിൻ്റെ വാങ്ങിപ്പിൻ്റെ ഈ കാലയളവിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നത് യുക്തമാണ്. ജീവിതത്തിൻ്റെ പൂർണ്ണത നിത്യതയുടെ സന്തോഷമാകയാൽ ഈ ലോക ജീവിതം അതിനായി ക്രമപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനായി പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം മാതൃകയാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ കന്യമറിയാമിൽ കൂടി മർത്തീകരണം സ്വീകരിച്ച യേശു ക്രിസ്തു താഴ്മയും വിനയവും കൈമുതലായുള്ള ഒരു സ്ത്രീയെയാണ് അവിടുത്തെ മാതാവായി തിരഞ്ഞെടുത്തത്. ഗബ്രിയേൽ മാലാഖയുടെ വചനിപ്പിൻ്റെ സ്വരം ചെവിയിലൂടെ സ്വീകരിച്ച കന്യകമറിയാം മനുഷ്യനാകുവാൻ എഴുന്നള്ളിയ ദൈവത്തെ ഉദരത്തിൽ വഹിച്ചു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് കന്യകമറിയാം പറഞ്ഞപ്പോൾ ദൈവം അവളുടെ ഉദരത്തിൽ ഉരുവായി. അതുകൊണ്ടാണ് വിശ്വാസികൾ ഇപ്രകാരം പാടുന്നത്: പരനെ വഹിച്ചവളേ മാതാ മറിയാമേ ഭാഗ്യം. മറിയാമിനെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നത് ദൈവത്തെ പ്രസവിക്കുവാൻ ദൈവം അവളെ തിരഞ്ഞെടുത്തു എന്ന കാരണത്താലാണ്. വിശുദ്ധ കന്യമറിയാം തൻ്റെ ജീവിത ക്രമീകരണം കൊണ്ടാണ് ദൈവത്തിൻ്റെ മാതാവാകുവാനുള്ള യോഗ്യത നേടിയത്. നമ്മുടെ സഭ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിന് പ്രാധാന്യം നൽകുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ പരസ്യ ശുശ്രൂഷയിലുടനീളവും കുരിശിൻ്റെ ചുവട്ടിലും മാതാവിൻ്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. ആദിമസഭയിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ മാതാവിൻ്റെ നേതൃത്വം അവർക്ക് ലഭിച്ചിരുന്നു. ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ സമയത്തും അപ്പോസ്തലന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു. നമ്മുടെ കൗമാപ്രാർത്ഥനയുടെ അവസാനത്തിൽ കന്യകമറിയാമിനോടുള്ള അപേക്ഷ നാം എപ്പോഴും ചൊല്ലാറുണ്ട്. കുക്കുലിയോനുകളിൽ ഒന്നാമത്തേത് ദൈവമാതാവിനോടുള്ള അപേക്ഷയാണ്. ലോകമെങ്ങും, പ്രത്യേകിച്ച് മലങ്കര സഭയിലും സ്ഥാപിക്കപ്പെട്ട പുരാതന ദേവാലയങ്ങളെല്ലാം വിശുദ്ധ കന്യകമറിയാമിൻ്റെ നാമത്തിൽ ഉള്ളവയാണ്. കന്യകമറിയാമിനെ നാം ദൈവമാതാവെന്നാണ് വിളിക്കുന്നത്. AD 431 എഫേസോസ് സുന്നകദോസിൽ വെച്ച് നെസ്തോറിൻ്റെ വേദവിപരീതത്തെ തള്ളിക്കൊണ്ട് മറിയാം ദൈവമാതാവാണെന്നുള്ള വിശ്വാസം ദൃഢപ്പെടുത്തി. വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നാം ചൊല്ലുന്ന മാർ സേവേറിയോസിൻ്റെ ബാനീസായാലും 5-ാം തുബ്ദേനിലും ഈ വിശ്വാസം നാം ഇന്നും പ്രഖ്യാപിക്കുന്നു. ബെസ്കിയോമമാർ എന്നുള്ള നിലയിൽ നമ്മുടെ സഭാ ശുശ്രൂഷയിൽ ദൈവമാതാവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ പ്രതിഫലിക്കേണ്ടതായിട്ടുണ്ട്. ദൈവീയ ശരീരങ്ങളിലൂടെയും ജീവിത ക്രമീകരണത്തിലൂടെയും ജീവിതം പുനഃക്രമീകരിക്കുവാനും പരിശുദ്ധ ദൈവമാതാവിനെ പോലെ ദൈവിക ഉദ്ദേശം തിരിച്ചറിഞ്ഞ് ജീവിത വിജയം കൈവരിക്കുവാനും ദൈവിക പദ്ധതിക്ക് വിധേയമായി നിത്യതയിൽ എത്തിച്ചേരുവാനും നമുക്കിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.